ഹലോ, ബ്രിജേഷാണേ. ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് പീപ്പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഗുഹാക്ഷേത്രത്തിലാണേ. കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് മയ്യൽ ഉരുവച്ചാലില് ഒരു ഗുഹാക്ഷേത്രമുണ്ട്. സ്വയംഭൂവായിട്ട് ഉള്ള ഒരു ഗുഹാക്ഷേത്രം. വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശനമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. അപ്പം അതിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക മറക്കരുതേ. ശ്രീ തീർത്ഥട്ട് പൊന്മല ഗുഹാക്ഷേത്രത്തിൻ്റെ കവാടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് റോഡ് സൈഡ് തന്നെയാണ്. ഇവിടുന്ന് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടേ. അപ്പം ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. നമ്മൾ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മുകളിലെത്തുമ്പോൾ തന്നെ ഏകദേശം കിതച്ചിനെ നന്നായിട്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത്. മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലം. മറ്റുള്ള ദിവസങ്ങളിലൊന്നും ഇവിടെ പൂജകളൊന്നും കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർക്ക് അവിടെ ഗുഹേൻ്റെ മുമ്പിൽ വരെ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. എല്ലാ വർഷവും തുലാമാസത്തിലെ അമാവാസി ദിനത്തിലാണ് അകത്തേക്ക് പ്രവേശനമുള്ളൂ. അന്നേ ദിവസമാണ് ഇവിടെ ഉത്സവം കൊണ്ടാടുന്നത്. നമുക്കിവിടെ വഴികാട്ടിയായിട്ട് ഇവിടുത്തെ നാട്ടുകാരനായിട്ടുള്ള നാരായണേട്ടനെ നമ്മൾ താഴ്ന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നാരായണേട്ടനാണ് നമുക്ക് മുമ്പിൽ നടക്കുന്നത്. തീർത്ഥാടന ഗുഹാക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് പുരാണകാല ഉള്ള ഒരു ക്ഷേത്രമാണ്, ഗുഹാക്ഷേത്രമാണ്. ഇത് സ്വയംഭൂതിയിൽ വന്ന ഒരു വിഗ്രഹമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ഗണപതിയമോ പിന്നെ ഒരു അടിയറിയോ വെടിക്കെട്ടോ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഉപ്മാവും പായസവും അനുദാനമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രവേശനവും 6 മണി തൊട്ടിട്ട് 6 മണി വരെ പ്രവേശനമല്ലോ. അപ്പം നാരായണേട്ടൻ പറഞ്ഞ പോലെ ഈ വർഷത്തെ ഉത്സവം, അതായത് 21-ാം തീയതി മറ്റന്നാളാണ് ഉത്സവം വരുന്നത്. അപ്പം പോകാൻ പറ്റുന്നവരൊക്കെ അന്നേ ദിവസം ഇവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ അകത്തേക്ക്, ഈ ഗുഹേൻ്റെ ഉള്ളിലാണ് സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. മറ്റു ദിവസങ്ങളിലൊന്നും ഇവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല.